എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ കടവൂരാണ്. എറണാകുളം ജില്ലയുടെ ഒരു ബോർഡറാണ് കടവൂർ. ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിമനോഹരമായൊരു പുൽക്കൂട് കാണാനായിട്ട് വന്നതാണ്. ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഇന്ന് രാവിലെ മുതലേ ജനപ്രവാഹങ്ങളുടെ ഒഴുക്കാണ്. ഈ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. നമുക്ക് ഈ പുൽക്കൂട് കാണാനായിട്ട് പോവാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എന്താ ചേട്ടാ ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള കാരണം? ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേശു പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മ ഇന്ന് പല വീടുകളിലും കുറഞ്ഞു വരിക. അതായത് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും നല്ല പുൽക്കൂടുകൾ അന്ന് രാത്രി ഉണ്ണീശയും കൊണ്ട് പോകുമ്പോൾ എല്ലാ വീട്ടിലും പുൽക്കൂടുണ്ടായിരുന്നു. ഇന്ന് അത് പോയിട്ട് വളരെ നാമമായിട്ട് 100 വീടുണ്ടെങ്കിൽ അതിലൊരു 10 വീട്ടിൽ പോലും പുൽക്കൂടില്ല. അതും ഉള്ളത് റെഡിമെയ്ഡ് പുൽക്കൂടാണ്. അപ്പോൾ അതിനൊരു മാറ്റം എന്ന നിലയിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു പുൽക്കൂട് പണിത് അത് മറ്റുള്ളവർക്ക് ഇനി അടുത്ത വർഷത്തേക്ക് പ്രചോദനമായിട്ട് ലോകം മൊത്തം ക്രിസ്മസിൻ്റെ സന്ദേശം എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉള്ളത്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ. കാരണം എനിക്ക് തോന്നുന്നു ഈ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പുൽക്കൂടാണെന്ന് തോന്നുന്നു. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ? എത്ര വീട്ടുകാർ ഇറങ്ങി വന്നു ചേട്ടാ ഈ പുൽക്കൂട് കാണാനായിട്ട്? ഇന്ന് രാവിലെ 7 മണിയായി, 6:30 ആയപ്പോഴത്തേനും തൊട്ടോരോരുത്തർ വന്നു. ഒരുപാട് ഓട്ടോക്കാർ വന്നു. പിന്നെ ഇതിലേ പാസ് ചെയ്ത പലരും വന്നു. അയൽവക്കത്തുള്ളവർ വന്നു. ഇച്ചിരി ദൂരേന്ന് ഒരാൾ വന്നായിരുന്നു ഇത് കാണാൻ. വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പറയുന്നത്? വളരെ അത്ഭുതവും സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത്. ചേട്ടാ നിങ്ങൾ രണ്ടുപേരോടെയാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത്? ഞങ്ങൾ രണ്ടുപേരും കൂടാതെ മകനും ഉണ്ട്. മകനായിരുന്നു നല്ലൊരു പുൽക്കൂട് പണിയണം എന്ന് കുറച്ച് നാളുകളായി പറഞ്ഞു തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും. മോൻ്റെ പേരെങ്ങനെയാ? മൈക്കിൾ ജിൻസ്. എത്രയിലാണ് പഠിക്കുന്നത്? അവന് 9ലാണ് പഠിക്കുന്നല്ലേ? ചേച്ചി എന്താ ചേച്ചി പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചിയുടെ മുഖത്ത് തന്നെ ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചേച്ചി കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നല്ലോ. അതെ, ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ടാക്കിയതിൽ. ആൾക്കാർ വന്നിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണോ പറഞ്ഞത്? എല്ലാവരും സൂപ്പർ, നല്ലതാണെന്നാണ് പറയുന്നത്. ഇടവകയെന്ന ആൾക്കാരൊക്കെ എന്താ ചേച്ചി പറഞ്ഞേ? ഇന്നലെ കരുവളിന് വന്നവർ ഇത്രയും നല്ലൊരു പുൽക്കൂട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലുള്ള പോലെ സ്നോയൊക്കെ ചെയ്ത് ആരാണ് ഇത് നടത്തിയത്, ഉണ്ടാക്കിയത് ആരാണ്, ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞ് ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് പോയി. എത്ര ദിവസം എടുത്തു ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട്? ഈ തെന മുളപ്പിക്കാനായിട്ട് ഒരാഴ്ച എടുത്തു. ഇതിൻ്റെ നിർമ്മാണത്തിന് 2 ദിവസം എടുത്തു. നേരത്തെ തന്നെ മുളപ്പിച്ചല്ലേ? തെന ഒരു 7 ദിവസം മുമ്പ് തെന മേടിച്ച് മണ്ണ് ചാക്കിൽ മണ്ണിട്ട് അത് മുളപ്പിച്ചു. എത്ര കിലോ തെന മേടിച്ചു? 3 കിലോ തെന മേടിച്ചു. 23-ാം തീയതി തൊട്ട് ചെറിയ വർക്ക് തുടങ്ങി. 23, 24, 25ആയി. 5:45, 6 കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. മനസ്സിലെ ഐഡിയകളൊക്കെ ഒന്ന് പറയാമോ? അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു വെള്ളം, അത് നമ്മുടെ കാളിയാർപ്പുഴ ഒഴുകുന്ന പോലെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പാറപ്പുറത്തുള്ളൊരു പുൽക്കൂട്. ഇത് മൊത്തം പാറയുടെ ഇതാണ്. ആ എൻഡിങ്ങാണ് അവിടെ കാണുന്നത്. പിന്നെ ഇതൊരു വഴി, ബ്രിഡ്ജ്, കിണർ, ഇത് മൊത്തം പുല്ല്, അങ്ങനെ കുളമുണ്ട്. ആട്ടിടയന്മാർ, ആടുകൾ ഒക്കെ അത് മേഞ്ഞ് നടക്കുന്നു. ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് എത്ര രൂപ മൊത്തത്തിൽ മുടക്ക് വന്നു ചേച്ചി ഏകദേശം? എത്ര രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു 10,000 രൂപ മിച്ചമായിട്ടുണ്ട്. 10,000 രൂപ മുടക്ക് വന്നല്ലേ? എൻ്റെ കാണി ഇലിമിനേഷനുകൾ, മാല ബൾബുകൾ, പിന്നെ അതിനുള്ള രൂപ സെറ്റ് എല്ലാം കൂടെ ഒരു 10,000 രൂപ മിച്ചമായിട്ടുണ്ട്. 10,000 രൂപ മുടക്കിയാലും അത് അടുത്ത വരും വർഷങ്ങളിലേക്ക് അത് ഉപയോഗിക്കാനും കൂടെയാണല്ലോ. അതെടുത്ത് വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്നർത്താണ് ഇത്രയും രൂപ മുടക്കി ഉണ്ടാക്കിയേക്കുന്നത്. ട്രീ എങ്ങനെയാണ് ചെയ്ത് ഇങ്ങനെ എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ഫീലിംഗ് കിട്ടിയത്? ഈ ട്രീ ഇങ്ങനെ ഇവിടെ റംബുട്ടാൻ്റെ കമ്പ് കിടപ്പുണ്ടായിരുന്നു. അത് 2 വശത്തും കുത്തിവെച്ച് അതിനകത്ത് ചെറിയ ഫെവിക്കോളിൻ്റെ ചെറിയ പശ തേച്ച് പഞ്ഞി വെച്ച് അത് നിർമ്മിക്കുകയാണ്. ഒരു 3 ഉണ്ടാക്കാൻ വേണ്ടി 4 മണിക്കൂർ എടുത്തല്ലേ? 4 മണിക്കൂർ എടുത്തു. കാരണം ഇത് ഫുള്ളും പശ വെച്ച് അത് സ്നോ ഇരിക്കുന്നതായിട്ട് പഞ്ഞി വെച്ചാണ് ഉണ്ടാക്കിയത്. അത് ഒത്തിരി 2 കൂടെ ആയാലും ഒരു 3-4 മണിക്കൂർ എടുത്തു. അതായത് ഇന്നലെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ചാനലുകാരൊക്കെ വന്നായിരുന്നു. എറണാകുളം, തൊടുപുഴ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇത് കാണാൻ വന്നായിരുന്നല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താ ചേച്ചി അഭിപ്രായങ്ങൾ വന്ന ആൾക്കാർ പറഞ്ഞിട്ട് പോകുന്നേ? എല്ലാവരും ഒത്തിരി നല്ലതാണ്, സൂപ്പറാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു പോകുന്നു.
ഇതെങ്ങനെ ഉണ്ടാക്കിയതാണ്, ആര് പഠിപ്പിച്ചതാണ്, ഇത് എവിടെ നിന്ന് കണ്ടുപഠിച്ചതാണ്, എല്ലാവരും സൂപ്പർ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞ് പോകും. പാറേക്കോട് ഒരു പുല്ല് കിളുത്തി നിൽക്കുന്ന പോലെ കാണുന്നുണ്ടല്ലോ, എന്താ അതിന്റെ സംഭവങ്ങൾ? അത് പുത്തൂർ ഭാഗത്ത് കാളിയാർപ്പുഴയുടെ തുരുത്തിൽ നിന്ന പുല്ലാണ്. അതെല്ലേ. അപ്പം ഒന്ന് ഈ പാറ കെട്ടയിൽ ഇങ്ങനെ പുല്ല് കിളുത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. പ്രീതിയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് അല്ലേ? മൊത്തം പാറയാണ് ഉൾക്കൊള്ളിച്ചാക്കുന്നില്ലേ? പാറ പോലെ പ്ലാസ്റ്റിക് അല്ലേ? എത്ര കിലോ പ്ലാസ്റ്റിക് വേണ്ടി വന്നു ചേച്ചി? ഒരു 30-35 കിലോ. പഞ്ഞി എന്തേലും വേണ്ടി വന്നു ചേച്ചി? പഞ്ഞി ഒരു 2 വലിയ റോള് മേടിച്ചു. വലിയ 2 റോൾ? 2 വലിയ റോള് മേടിച്ചു. പിന്നെ ബലൂൺ 100 എണ്ണം മേടിച്ചു. അതായത് 50 വെള്ള ബലൂണും 50 റെഡ് ബലൂണും. മാല ബൾബിനൊക്കെ എത്ര രൂപ ചേച്ചി? മാല ബൾബ് 650 ഉണ്ട്, 300 ഉണ്ട്. അങ്ങനെ 8-10 മാല ബൾബുകൾ മേടിച്ചു. ഉണ്ണീശ്വര സെറ്റും രൂപങ്ങളും പിന്നെ ആട്, ഒട്ടകം എല്ലാം കൂടി 1500 രൂപയായി. കാളിയാർപ്പുഴയുടെ കുറുകയായിട്ടൊരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലെങ്ങനെ വഴി തന്നെ അല്ലേ? പുൽക്കൂട്ടിലേക്കുള്ള വഴിയല്ലേ? ഇത് റംബുട്ടാൻ്റെ കമ്പ് കൊണ്ടാണ് ഉണ്ടാക്കി. റംബുട്ടാൻ്റെ കമ്പാണ് ഫെവിക്കോൾ തൂത്ത് പഞ്ഞി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ട്രീ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ മോനും കൂടെ. മോൻ്റെ പേര് മൈക്കിൾ ജിൻസ്, 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എത്ര മണിക്കൂർ എടുത്തു ചേച്ചി ഇത്? 4 മണിക്കൂർ എടുത്തു. വളരെ ഭംഗിയുണ്ട്. അപ്പുറം ഒരു മരം ഉണ്ടല്ലേ? അപ്പുറം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് വേലി കെട്ടിയിരിക്കുന്ന 2 കപ്പക്കോലാണ്. അത് മുറിച്ച് മൊത്തം 60 പീസാണ്. അതുകൊണ്ടാണ് കയറ് വെച്ച് വേലി കെട്ടിയിരിക്കുന്നത്. ഇത് എവിടുന്ന് കിട്ടിയ ചേച്ചി? ഇത് തെന്നത്തോർ പുഴയിലെ തുരുത്തേന്ന് കിട്ടിയതാണ്. പാറയുടെ അതേ ഫീലിംഗ് ആണല്ലോ. ഇത് പാറക്കോടെ പുല്ല് കിളുത്ത് വന്നേക്കുന്ന പോലെ അല്ലേ? അതെ, ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഈ അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ ഒരു പാറക്കൂട്ടത്തിൽ ഒരു പുൽക്കൂടി ഇരിക്കുന്ന അതേ പ്രതീതി കേട്ടോ. എന്താണേലും വരുന്ന ആളുകളിലേക്ക് കാഴ്ചക്കാർ വരുമോ? വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ എങ്ങനെയാ ചേച്ചി നിങ്ങൾ സ്വീകരിക്കുന്നേ? ഞങ്ങൾ വരുന്ന ആൾക്കാരെല്ലാം കണ്ടുപോകും. ഞങ്ങൾ കേക്കൊക്കെ കൊടുത്താണ് സ്വീകരിക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ കേക്ക് മേടിച്ച് മടുത്ത് കാണുമായിരിക്കുമല്ലോ? കേക്ക് ഒത്തിരി മേടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഉണ്ട് ധാരാളം കേക്ക് മേടിച്ച് എല്ലാവർക്കും കേക്കും നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു വിടുന്നു. അതെല്ലേ, ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ. ഒത്തിരി താങ്ക്സ്. കാരണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് നല്ലൊരു പുൽക്കൂട്, അതുപോലെ തന്നെ വരും തലമുറകൾക്ക് ഇതുപോലെയുള്ള ചേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു മോട്ടിവേഷന് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുൽക്കൂടുകൾ ഇനി വരുന്ന ആളുകളിൽ മിക്ക വീടുകളിൽ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ.